എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇനി വരുന്ന അടുത്ത 2 വീഡിയോകളിലായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ ആവും. ഇതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ CBSE കുട്ടികൾക്കും നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് +2കാർക്കും സെയിം ടെക്സ്റ്റ് ബുക്കാണ്. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, സെയിം ആണോ പഠിക്കേണ്ടതെന്നൊക്കെ. സെയിം ടെക്സ്റ്റ് ബുക്കാണ്, സെയിം ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ആണ്. അപ്പോൾ 2 കുട്ടികൾക്കും CBSEകാർക്കും +2 കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടും. അപ്പം ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നിങ്ങളുടെ പരീക്ഷ ആകുമ്പോഴേക്കും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, what is the force between two small charged spheres having charges of 2 × 10⁻⁻7 coulomb and 3 × 10⁻⁻7 coulomb placed 30 cm apart in air? അപ്പോൾ 2 ചാർജ്ഡ് സ്ഫിയേഴ്സ് ഉണ്ട്. ആ 2 ചാർജ് സ്ഫിയേഴ്സിൻ്റെ ചാർജസ്, ഓരോ സ്ഫിയറിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്. നമുക്ക് Q1 എന്നും Q2 എന്നും എടുക്കാം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കുളോംസ് ലോ പ്രകാരം എന്താണ്, F = 1/4πε0 Q1 Q2/r². അപ്പോൾ അതിൽ Q1 = 2 × 10⁻⁻7 കുളോംബ്, Q2 = 3 × 10⁻⁻7 കുളോംബ്. ഡിസ്റ്റൻസ് R എന്നോ D എന്നോ എന്താണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 30 × 10⁻² മീറ്റർ, അല്ലെങ്കിൽ 30/100 മീറ്റേഴ്സ്. അപ്പോൾ ഇത്രയുണ്ട്. നമുക്കിനി ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാർക്കുണ്ട്. 1/4πε0 കുളോംസ് ലോ പ്രകാരം Q1 Q2 /r². 1/4πε0ൻ്റെ വാല്യൂ എന്താണ്, ഞാൻ ക്ലാസ്സിൽ ചാപ്റ്റർ ഡിസ്കഷൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. 9 × 10⁻9 ഇൻറ്റു Q1 2 × 10⁻⁻7 Q2 3 × 10⁻⁻7 whole divided by r², 30 × 10⁻² the whole square. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താ വെച്ചാൽ, ഈ 30² എന്നുള്ളതിൽ അവിടെ 9 വരും. അപ്പോൾ ഇവിടുത്തെ 9 ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 0.3² ആണ് വരിക. ഇവിടെ 2 × അപ്പോൾ 9 പോയി, അപ്പം 3 × 6 വരും. 6 ഇവിടെ 10⁻9 10⁻⁻7 + -7 എത്ര വരും, -14. അപ്പോൾ ഇവിടെ മേലോട്ട് പോകുമ്പം 10⁻⁻4 ഉള്ളത് 10⁻4 ആവും. അപ്പോൾ -14 + 4 -10 ആവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് വരുമ്പോഴേക്ക് ഇവിടെ 30 × 10⁻⁻2 ആണ്. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിലും 30ൻ്റെ സ്ക്വയറിൻ്റെ ആ സീറോസ് ഉണ്ടാവും. അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 6 × 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge -0.8 microcoulomb in air is 0.2 Newton. What is the distance between the two spheres? What is the force on the second sphere due to the first? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, Q1 0.4 microcoulomb, Q1 = 0.4 microcoulomb. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6, സോ 0.4 × 10⁻⁻6 coulombs. Q2 = -0.8 microcoulomb, that's equal to -0.8 × 10⁻⁻6 coulomb. F is given as 0.2 Newton. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാം F is equal to 1/4πε0 Q1 Q2 /r². അപ്പോൾ F തന്നിട്ടുണ്ട്. F എത്രയാണ്, 0.2 = 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻9 ഇൻറ്റു 0.4 × 10⁻6 ഇൻറ്റു -0.8 × 10⁻6. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താ, നമുക്ക് ഈ മൈനസ് എന്നുള്ള ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. ഓക്കെ, ചാർജിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്. ഡിവൈഡഡ് ബൈ r² കിട്ടും. അപ്പം
ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.4 × 0.8 ഡിവൈഡഡ് ബൈ 0.2 വരും. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 × 9 × 10⁻⁻4 എന്ന് വരും. ഞാൻ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മൾട്ടിപ്ലൈ ചെയ്യാത്തതെന്ന്. നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാനുണ്ട്, അത് കാരണമാണ്. അപ്പം ആർ ഇസ് ഈക്വൽ ടു 16ൻ്റെ സ്ക്വയർ റൂട്ട് 4, 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, 10⁻⁻4ൻ്റെ സ്ക്വയർ റൂട്ട് 10⁻⁻2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 × 10⁻⁻2 മീറ്റർ ഓർ 12 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പം ഇതെന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ എയുടെ ആൻസറാണ്. ബി എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? അപ്പോൾ ഇവിടെ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഇത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ എന്താ പറ്റുക? രണ്ടും എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദ ഫസ്റ്റ് സ്ഫിയർ ഇസ് ദ സെയിം അല്ലേ? എത്രയാണ്? 0.2 ന്യൂട്ടൺ ആണ്. അപ്പം ഇതെന്താണ്? ഇത് രണ്ടും ഇൻറ്ററാക്റ്റീവ് ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും അട്രാക്റ്റീവ് ഫോഴ്സുമാണ്. അപ്പം നമ്മുടെ സെയിം ആണ്. എന്ത്? 0.2 ന്യൂട്ടൺ ആണ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദ ഫസ്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദാറ്റ് the ratio k e square by g m e m p is dimensionless. Look up a table of physical constants and determine the value of this ratio. What does this ratio signify? അതായത് ഈ റേഷ്യോ ഡയമെൻഷൻലെസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പം കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഇ എം പി, ഇതിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം കെ എന്നുള്ളത് എന്താണ്? 1/4πε0 ആണ്. ഓക്കെ, 1/4πε0ൻ്റെ ഡയമെൻഷനാണ് എം എൽ ക്യൂബ് t⁻⁻4 a⁻². ഓക്കെ, കെ ഇ സ്ക്വയർ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? Q ഇസ് ഈക്വൽ ടു I × T. കറണ്ടിൻ്റെ ഡയമെൻഷൻ എ, ടൈം ടി. അപ്പം സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ജിൻ്റെ ഡയമെൻഷൻ, ഇതെല്ലാം നമ്മൾ ഡയമെൻഷൻ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ജിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എം എൽ ക്യൂബ് t⁻². അതേപോലെ ഇവിടെ എം ഇ × എം പി, രണ്ട് മാസാണ്. അപ്പം എം സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുക, ഇവിടെ എം എ സ്ക്വയർ, പിന്നെ എന്ത് കിട്ടും? എം എൽ ക്യൂബ് എ t⁻⁻4. ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം സ്ക്വയർ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇവിടെ ക്യാൻസൽ ആവും. ജിൻ്റെത് gm⁻⁻1 വരും. ഓക്കെ, m⁻⁻1 എൽ ക്യൂബ് t⁻⁻2 ആണ്. അപ്പോൾ എം സ്ക്വയർ വരും. ഈ m⁻⁻1 ഈ എം സ്ക്വയറും ക്യാൻസൽ ആവും. അതേപോലെ t⁻⁻4 t⁻2 t⁻⁻2 വരും. ഇവിടെ ഒരു t⁻⁻2, എൽ ക്യൂബ് ക്യാൻസലായി, എൻ്റെത് അവിടെ തന്നെ ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m⁻0 l⁻0 t⁻0 എന്ന് കിട്ടും. അതായത് ഡയമെൻഷൻലെസ് ആണെന്ന് കാൽക്കുലേറ്റ് ആയി. ഇനി എന്താ കാണിക്കേണ്ടത്? ലുക്ക് അപ്പ് ദ ടേബിൾ ഫോർ ഫിസിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ദിസ് റേഷ്യോ. നമുക്കിതിൻ്റെ ഈ വാല്യൂ കെ ഇ സ്ക്വയർ ബൈ ജി എം ഇ എം പി കാൽക്കുലേറ്റ് ചെയ്യണം. കെ എത്രയാണ്? 9 × 10⁻⁹. ഇ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 the whole square divided by 6.67 × 10⁻⁻11 into mass of electron 9.1 × 10⁻⁻31. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാർക്സ് ടേബിളിൽ കിട്ടും ഈ വാല്യൂസ് ഒക്കെ. മാസ് ഓഫ് പ്രോട്ടോൺ എന്നുള്ളത് 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നറിയാം? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര വലിയ കാൽക്കുലേഷനൊന്നും നിങ്ങൾക്ക് വരില്ല. പക്ഷേ നമ്മളിതിനെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ റേഷ്യോ 2.29 × 10⁻39 ആണ് ഇത് വരുന്നത്. അപ്പം
ഈ കെ ഇ സ്ക്വയർ ബൈ ജി എം ഇ എം പി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ 2.29 ഇൻറ്റു 10⁻39 ആണ്. അപ്പോൾ അതായത് നമുക്ക് ഈ നമ്പർ ഒഴിവാക്കിയാലും 10⁻39 ആണ്. അപ്പോൾ എന്താ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് between an electron and proton is greater than gravitational force. എത്ര പ്രാവശ്യം? Electrostatic force is equal to 2.29 into 10⁻39 times force of gravity. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വലിയ സ്ട്രോങ് ഫോഴ്സ് ആണെന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Explain the meaning of the statement electric charge of a body is quantized. Why can one ignore quantization of electric charge when dealing with macroscopic, that is large scale charges? Quantization of charge നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ ഡിസ്കഷനിൽ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് എൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ചാർജ് ഫണ്ടമെൻ്റൽ ചാർജ് എന്നാണ്. ചാർജ് ഓൺ എനി ബോഡി ഈസ് ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് charge on an electron because charge of an electron is the elementary charge in nature. Q equals plus or minus NE എന്നുള്ളതാണ് എന്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. അതേസമയം അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ വൈ ക്യാൻ വൺ ഇഗ്നോർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വെൻ ഡീലിംഗ് വിത്ത് മാക്രോസ്കോപ്പിക്, ദാറ്റ് ഇസ് ലാർജ് സ്കെയിൽ ചാർജസ്. വലിയ എമൗണ്ട് ഓഫ് ചാർജ് വരുമ്പം ക്വാണ്ടൈസേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. അപ്പം മാക്രോസ്കോപ്പിക് ചാർജസിൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻−19 ആണ് കേട്ടോ, 10⁻−19. അപ്പം വലിയ ചാർജ് നോക്കുമ്പോഴേക്ക് നമുക്ക് ഈ ചാർജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ അതാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത് ചാർജസ് അപ്പിയർ ഓൺ ബോത്ത്. A similar phenomenon is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. Law of conservation of charge എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. അപ്പോൾ ഇവിടെ രണ്ട് സാധനങ്ങൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത്. അങ്ങനെ ചെയ്യുമ്പം അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ രണ്ടിലും കൂടി ടോട്ടൽ ചാർജ് എന്താണ് പറ്റുക? ടോട്ടൽ ചാർജ് സെയിം ആയിരിക്കും. ബിഫോർ റബ്ബിംഗ് ദ ടു ബോഡീസ് ദേ ബോത്ത് ആർ ന്യൂട്രൽ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ദ സിസ്റ്റം ഇസ് 0. വെൻ ദ ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത് ദ ചാർജ് അപ്പിയേഴ്സ് ഓൺ ബോത്ത് ഗ്ലാസ് റോഡ് ആൻഡ് ദ സിൽക്ക് ക്ലോത്ത്. Some electrons from glass rod are transferred to silk cloth, hence glass rod attains positive charge due to the loss of electrons. And silk cloth attains some negative charge due to gain of electrons. Again the total charge of the system is 0. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിതിവിടെ ആൻസർ വെച്ച് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ടോട്ടൽ ചാർജ് എന്താണ്? 0 ആണ് ഇവിടെ വരുന്നത്. അതായത് ബിഫോർ റബ്ബിങ്ങും ആഫ്റ്റർ റബ്ബിങ്ങും എന്താണ്? ടോട്ടൽ ചാർജ് റിമെയിൻസ് ദ സെയിം. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ചാർജ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ടോട്ടൽ ചാർജ് സെയിം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 പോയിന്റ് ചാർജസ് QA 2 microcoulomb, QB -5 microcoulomb, QC 2 microcoulomb and QD -5 microcoulomb are located at the corners of a square ABCD of side 10 cm. What is the force on charge of 1 microcoulomb placed at the center of the sphere? നമുക്കിതിനെ ABCD ആദ്യം നെയിം ചെയ്യാം. ABC, എവിടെ നിന്നും തുടങ്ങാം കേട്ടോ, നിങ്ങൾക്ക് മുകളിൽ നിന്നും തുടങ്ങാം. അതിൻ്റെ സെൻറ്ററിൽ എത്രയുണ്ട്? Q എമൗണ്ട് ഓഫ് ചാർജ് 1 microcoulomb സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പം QA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? QA എന്ന് പറഞ്ഞാൽ ചാർജ് ഈ ഇവിടെ ഉള്ള ചാർജ് A എന്നുള്ള കോർണറിലുള്ളത്, ബിയിലുള്ളത് QB, അങ്ങനെ മനസ്സിലാക്കുക. ഇതിൻ്റെ സൈഡ് തന്നിരിക്കുന്നത് 10 cm ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്ററിലാണ് എന്തുള്ളത്? 1 microcoulomb വെച്ചിരിക്കുന്നത്. അപ്പം QA എത്രയാണ് തന്നിരിക്കുന്നത്? QA 2 microcoulomb, QB -5 microcoulomb, QC 2 microcoulomb
ആൻഡ് ക്യു ഡി -5 മൈക്രോകൂളോം. അപ്പം നമുക്കറിയാം പോസിറ്റീവ് ചാർജിലേക്ക് എന്താണ് ഫോഴ്സ് എങ്ങോട്ടാണ് വരിക? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് എന്ത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ടുവേർഡ്സ് ദ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം ഇങ്ങോട്ടാണ് എന്ത് ഇവിടെ സി എന്താണ് 2 മൈക്രോകൂളോം, ഇവിടെയും 2 മൈക്രോകൂളോം ഉണ്ട്. അപ്പം ഇവിടെ ഒരു 1 മൈക്രോകൂളോം ആണുള്ളത്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയത് കാരണം റിപ്പൽസീവ് ഫോഴ്സ് ഇങ്ങോട്ട് വരും. എഫ് എ എന്നുള്ളത് ഇങ്ങോട്ട് വരും. എഫ് സി ഇങ്ങോട്ട് വരും. ഇത് എഫ് ബി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് 1 മൈക്രോകൂളോം -5 മൈക്രോകൂളോം എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതേപോലെ ഡിയിലേക്ക് ഉള്ളത് അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എ ഒ ബി ഒ സി ഒ ഡി ഒ എല്ലാം എന്താണ് സെയിം ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ഹാഫ് ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? എ ഒ ഇസ് ഈക്വൽ ടു ബി ഒ ഇസ് ഈക്വൽ ടു സി ഒ ഇസ് ഈക്വൽ ടു ഡി ഒ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയഗണൽ എന്താണ് a√2 ആണ്. അപ്പം 10√2 അതിൻ്റെ പകുതിയാണ് എന്ത് ആ എ ഒ എന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം 5√2 സെൻറ്റിമീറ്റർ ആണ് എന്ത് ആ ഡിസ്റ്റൻസ് വരുന്നത്. ഡിസ്റ്റൻസ് കണ്ടാലല്ലേ നമുക്ക് ഫോഴ്സ് എഴുതാൻ പറ്റുള്ളൂ. കൂളോംസ് ലോ, ഇത് കൂളോംസ് ലോ ആണ്, ജസ്റ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പം ഫോഴ്സ് എഫ് എ എന്നുള്ളത് നമുക്ക് എഴുതാം എന്താണ് 1/4πε0 Q into QA divided by r². എന്ന് വെച്ചാൽ 1/4πε0 പറഞ്ഞാൽ 9 × 10⁻⁹ ഇൻറ്റു ക്യൂ എത്രയാണ്? 1 മൈക്രോകൂളം 10⁻⁻6 ഇൻറ്റു QA 2 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 5√2 the whole square ഇൻറ്റു 10⁻²². ബിക്കോസ് ഇത് സെൻറ്റിമീറ്റർ ആണ്, മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3.6 ന്യൂട്ടൺ എന്ന് കിട്ടും. അതേപോലെ എഫ് ബി എന്ന് പറഞ്ഞാലോ, എഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 QB ഡിവൈഡഡ് ബൈ OB². അപ്പോൾ 9 × 10⁻⁹ ഇൻറ്റു 1 × 10⁻⁻6 ഇൻറ്റു -5 × 10⁻⁻6 ഹോൾ ഡിവൈഡഡ് ബൈ 5√2 ഇൻറ്റു 10⁻⁻2 the whole square. അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് -3.6 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എഫ് സി എന്ത് വരും? ഇതേപോലെ ചെയ്യുക. Q × QC × OC². QC എന്താണ് 2 മൈക്രോകൂളോം. അപ്പോൾ നമുക്ക് ഇതേ സംഭവം തന്നെയാണ് വരിക. 9 × 10⁻⁹ ഇൻറ്റു QC എവിടെ? എഫ് സി എവിടെ? ഇങ്ങോട്ട്. അപ്പം Q × QC 1 × 10⁻⁻6 multiplied by QC 2 × 10⁻⁻6 whole divided by 5√2 × 10⁻⁻2 the whole square. ഇവിടെ നമുക്ക് 3.6 ന്യൂട്ടൺ. എല്ലാം സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആണ് വരുന്നത്. അതേപോലെ എഫ് ഡി ചെയ്ത് കഴിഞ്ഞാലും എഫ് ഡി എന്താണ്? Q × QD 1/4πε0 Q × QD ഡിവൈഡഡ് ബൈ QD OD². അത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 3.6 ന്യൂട്ടൺ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് ഇത് അവിടെ ഒരു -5, ഇവിടെ ഒരു -5 ഉണ്ട് QD. അപ്പോൾ ഇവിടെ -5 കിട്ടും. അപ്പം എഫ് എയും എഫ് സിയും എന്താണ്? എഫ് എയും എഫ് സിയും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കണുള്ളൂ എങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ ഡയറക്ഷൻ എടുക്കണില്ല. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നോക്കൂ, ഡയറക്ഷൻ എഫ് എയും എഫ് സിയും ഓപ്പോസിറ്റ് ആണ്. എഫ് എ എത്രയാണ്? 3.6, എഫ് സി 3.6, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് രണ്ടും ക്യാൻസൽ ആവും. ഇനിയുള്ളത് എന്താ? എഫ് ബിയും എഫ് ഡിയും ആണ്. എഫ് ബിയും 3.6 ആണ്, എഫ് ഡിയും 3.6 ആണ്. ഇവിടെ ഞാൻ മൈനസ് എടുത്തു കഴിഞ്ഞാൽ എഫ് ബി എന്നുള്ളത് മൈനസ് കിട്ടും, എഫ് ഡിയും മൈനസ് കിട്ടും. പക്ഷെ അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പം എന്ത് പറ്റും? അത് രണ്ടും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് പറയാം നമുക്ക്? ടോട്ടൽ ഫോഴ്സ് ഓൺ എ ചാർജ് ഓഫ് 1 മൈക്രോകൂളോം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ ഈസ് 0. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? 0.
ഓക്കെ, 0 ആണ് ആൻസർ വരിക. എല്ലാം കൂടി ക്യാൻസൽ ആവുന്നതുകൊണ്ടാണ്. ചിലപ്പം ചില വാല്യൂസിൽ ക്യാൻസൽ ആയിക്കോണമെന്നില്ല. അപ്പം എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സൈൻ വെച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഏതാണോ മെജോറിറ്റി വരുന്നത് വെച്ചാൽ, ഡോമിനേറ്റിംഗ് ഫോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electrostatic field line is a continuous curve. That is, a field line cannot have sudden breaks. Why not? Explain why two field lines never cross each other at any point. Electrostatic field line is a continuous curve. A field line cannot have sudden breaks. Why not? Electrostatic field line represents the actual path traveled by a unit positive charge in an electric field. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ആക്ച്വൽ പാത്ത് ആണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ കാണിച്ചു തരുന്നത്. ഇഫ് ദ ലൈൻ ഹാവ് എ സഡൻ ബ്രേക്ക്, ഇറ്റ് മീൻസ് ദാറ്റ് ദ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ജംപ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. It also means that electric field becomes zero suddenly at the breaks, which is not possible. ഒരു ബ്രേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ, ഫീൽഡ് ലൈൻസിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം അതൊന്നും നമുക്ക് പോസിബിളായ കാര്യമല്ല, അത് പ്രാക്ടിക്കൽ കാര്യമല്ല. ഇലക്ട്രിക് ചാർജിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യാനാവില്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഇറ്റ് കനോട്ട് ജമ്പ്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് കർവാണ്. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അത് ചാർജ് ഈസ് ജമ്പിങ് എന്നാണ് അതിൻ്റെ മീനിങ്. എക്സ്പ്ലെയിൻ വൈ ടു ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ അറ്റ് എനി പോയിന്റ്. ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലും നമുക്ക് അറിയാവുന്നതാണ്. ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എന്ത് പറ്റും, ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ വരും. അങ്ങനെ 2 ഡയറക്ഷൻ നമുക്ക് പോസിബിൾ അല്ല ഒരു സ്ഥലത്ത് തന്നെ. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് never cross each other at any point. അടുത്ത ക്വസ്റ്റ്യൻ. 2 point charges QA 3 microcoulomb and QB minus 3 microcoulomb are located 20 cm apart in vacuum. What is the electric field at the midpoint of the line AB joining the two charges? അതായത് 2 ചാർജ് എയും ബിയും QA and QB located 20 cm apart. Okay, 20 cm ഡിസ്റ്റൻസിൽ 3 microcoulomb മൈനസ് 3 microcoulomb ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്ത് അതിൻ്റെ മിഡ് പോയിന്റ് വരുന്നത്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിന്റ് O ഓഫ് ദ ലൈൻ ജോയിനിങ് AB? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഫാക്ടറാണ്. എന്തായാലും നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ പോയിന്റ് A ആൻഡ് B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AO മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് AO ആൻഡ് OB ആർ ദ സെയിം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, ഹാഫ് അല്ലേ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ. QA 3 microcoulomb, QB minus 3 microcoulomb. മൈക്രോ എന്ന് പറഞ്ഞാൽ 10 power minus 6. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². അത് ആദ്യം എഴുതി വെക്കുക. E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ r². അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു QA അറ്റ് O, നമുക്ക് എൻ്റെയും ബിൻ്റെയും കാരണത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പം എയിലുള്ള എന്താണ് പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ എ എന്നുള്ളത് ഇങ്ങോട്ടായിരിക്കും. അതേസമയം ഈ ബി ഈ എ എന്ന് പറയുന്നത് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് എവേ ഫ്രം ദ ചാർജ്, നെഗറ്റീവ് ചാർജിലേക്ക് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇതും ഈ ബിയും ഇതേ ഡയറക്ഷനിലായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ എ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എ ഈസ് ഈക്വൽ ടു 1/4πε0 QA ഡിവൈഡഡ് ബൈ AO². 1/4πε0 9 × 10⁻⁹. QA തന്നിരിക്കുന്നത് 3 microcoulomb, so 3 × 10⁻⁻6 coulomb divided by AO², 0.1². ഇത് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് 2.7 × 10⁻⁶ ന്യൂട്ടൺ പെർ കുളോം എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡാണ് ന്യൂട്ടൺ പെർ കുളോം. ഇനി ഈ ബി ഈസ് ഈക്വൽ ടു
1/4 pi epsilon 0 QB divided by OB square. ഇവിടെ നമുക്ക് സെയിം വാല്യൂസ് ആണ്. 9 into 10 raised to minus 9 into 10 raised to 9 into QB 3 into 10 raised to minus 6 divided by 0.1 square. That is again equal to 2.7 into 10 raised to 6 Newton per coulomb. ഇവിടെ രണ്ട് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. ടുവേർഡ്സ് ബി അല്ലേ നമുക്ക് കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് positive charge away from the positive charge and towards the negative charge. Okay, so total electric field E is equal to EA plus EB, that is equal to 2.7 into 10 raised to 6 plus 2.7 into 10 raised to 6, that is equal to 5.4 into 10 raised to 6 Newton per coulomb. രണ്ടാമത്തെ question, if negative test charge of magnitude 1.5 into 10 raised to minus 9 coulomb is placed at this point, what is the force experienced by the test charge? അതായത് O എന്നുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതായത് നമുക്ക് എ ബി തമ്മിൽ 20 സെൻറ്റിമീറ്ററിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യൂ വെക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു ക്യൂ എത്ര കുളോമ്പാണ് വെച്ചിരിക്കുന്നത്? 1.5 into 10 raised to minus 9 coulomb. 1.5 into 10 raised to minus 9 coulomb ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം F is equal to Q into E. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം E എത്രയാണ്? മൈനസ് എത്ര തന്നിരിക്കണം? 1.5. ഓക്കെ, 1.5 into 10 raised to minus 9 into ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 5.4 into 10 raised to 6. അത് എന്താണ്? ഈ O എന്നുള്ള പൊസിഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പം നമുക്ക് കിട്ടും 8.1 into 10 raised to minus 3 ന്യൂട്ടൺ ആണെന്ത്? അവിടെ ആ ഒരു 1.5 into 10 raised to minus 9 ന്യൂട്ടൺ മൈനസ് 9 കുളോം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 8.1 into 10 raised to minus 3. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ചാർജ് തന്നതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ, ഇനി എ സിസ്റ്റം ഹാസ് ടു ചാർജസ് QA 2.5 into 10 raised to minus 7 coulomb and QB minus 2.5 into 10 raised to minus 7 coulomb located at points A 0, 0, minus 15 and B 0, 0, plus 15 respectively. What are the total charge and electric dipole moment of the system? 0, 0, minus 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിലായിരിക്കും. നമുക്ക് എക്സ് വൈ സെഡ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ആണ് എന്ത്? 0, 0, 15. ഇവിടെ എന്ത് വരും? ഇതെന്ത് വരും? ഇത് ബി. എ ആണെന്ത്? 0, 0, minus 15. ഓക്കെ, അപ്പം അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ലെങ്ത് ഓഫ് ദ ഡൈപോൾ, ഈ രണ്ട് ചാർജും വെച്ചിരിക്കുന്ന കോർഡിനേറ്റ്സാണ് തന്നിരിക്കുന്നത്. QA ഇവിടെ ഉണ്ട്, ഇവിടെ QA, ബിയിൽ QBയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൈപോളിൻ്റെ ലെങ്ത് AB ദാറ്റ് ഈസ് ഈക്വൽ ടു 2L. 2A അല്ലെങ്കിൽ 2L ആണ് എന്ത്? ലെങ്ത് ഓഫ് ദ ഡൈപോൾ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വൈ ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസിലും 15 സെൻറ്റിമീറ്റർ നെഗറ്റീവ് വൈ ആക്സിസിലും ടോട്ടൽ എത്ര വരും? 30 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, 30 സെൻറ്റിമീറ്റർ. ഇനി ദ ടോട്ടൽ ചാർജ് ഓൺ ദ ഡൈപോൾ എത്രയാണ്? ചാർജ് 2.5 into 10 raised to minus 7 coulomb ആണ്. മറ്റേത് മൈനസ് 2.5 into 10 raised to minus 7 coulomb ആണ്. ടോട്ടൽ ചാർജ് എത്ര വരും? ടോട്ടൽ ചാർജ് Q is equal to QA plus QB. What are the total charge and electric dipole moment? QA plus QB, that is equal to 2.5 into 10 raised to minus 7 plus minus 2.5 into 10 raised to minus 7, that is equal to 0. Total charge on the dipole is 0. Any dipole moment P is equal to Q any one of the charges multiplied by the length of the dipole. Q ഏതാണ്? 2.5 into 10 raised to minus 7 multiplied by 2L, 30 centimeters, so 30 into 10 raised to minus 2.
ഓക്കെ, അതായത് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചാർജസ് ആണ്, ഈക്വൽ ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പം ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? എനി വൺ ഓഫ് ദ ചാർജസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഇപ്പോൾ 2.5 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 30 ഇൻറ്റു 10⁻². അപ്പോൾ നമുക്ക് കിട്ടും, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7.5 ഇൻറ്റു 10⁻⁻8 കുളോം മീറ്റർ എന്നാണ് എന്ത് ഡൈപോൾ മൊമെന്റ് കിട്ടുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ മാറിപ്പോരുത്, മറന്നു പോരുത്, മിസ്സാവരുത് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടോട്ടൽ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. നമ്മൾ സാധാരണയിൽ ആദ്യം തന്നെ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങ് വിടും. പക്ഷേ ടോട്ടൽ ചാർജ് കൂടി ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പം അതും നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കരുത്, അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, electric dipole with dipole moment 4 into 10⁻⁻9 coulomb meter is aligned at 30 degree with the direction of an electric field of magnitude of a uniform electric field of magnitude 5 into 10⁻⁴ Newton per coulomb. Calculate the magnitude of the torque acting on the dipole. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ആംഗിളിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് എത്രയാണ്? 4 ഇൻറ്റു 10⁻⁻9 കുളോം മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 5 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ കുളോം (−1) മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഓഫ് angle theta sin 30 1/2. So 4 into 10⁻⁻9 into 5 into 10⁻⁴ into 1/2. 4 into 10⁻⁻9 into 5 into 10⁻⁴ into sin 30 1/2. അപ്പോൾ 5 4s 20, 20/2 10, 10 into 10⁻⁻4 10⁻⁻9 അപ്പം 10⁻⁻8 10⁻⁻8 into 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻⁻4 ന്യൂട്ടൺ മീറ്റർ. ടോർക്കാണ്, ന്യൂട്ടൺ മീറ്റർ ആണ് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പോളിത്തീൻ പീസ് rubbed with wool is found to have a negative charge of 3 into 10⁻⁻7 coulomb. Estimate the number of electrons transferred from which to which. Is there a transfer of mass from wool to polythene? അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചാർജ്, നെഗറ്റീവ് ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് -3 into 10⁻⁻7 കുളോം ആണ്. നമുക്ക് എന്തറിയാം? Q is equal to plus or minus n into E. So n is equal to Q divided by E. Q എത്രയാണ്? 3 into 10⁻⁻7. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടിനും നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പോസിറ്റീവായിട്ട് തന്നെ കിട്ടും. അപ്പം -3 into 10⁻⁻7 ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ -1.6 into 10⁻⁻19. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ 1.875 into 10⁻12 എന്ന് കിട്ടും. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഈസ് 1.875 into 10⁻12. ഇത് എവിടുന്നോട്ടാണ് ചോദിക്കും. അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിയാമെന്ന് നിങ്ങൾ ആലോചിക്കണം. പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ. ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് ഒന്നും ഇവിടെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോളിത്തീൻ പീസിനാണ് എന്ത് നെഗറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് ചാർജ് ഓഫ് 3 into 10⁻⁻7 കുളം. അതായത് ഇലക്ട്രോൺസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തീൻ. പോളിത്തീൻ ആണ് നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത്. അപ്പം വൂൾ ടു ഫ്രം വെയർ ടു വെയർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫ്രം വിച്ച് ടു വിച്ച് എന്ന് വെച്ചാൽ വൂൾ ടു പോളിത്തീൻ. എന്തുകൊണ്ടാ? വൂൾ ടു പോളിത്തീൻ ആണ്. എന്തുകൊണ്ട്? പോളിത്തീൻ ആണ് എന്ത് നെഗറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അപ്പം വൂളിന് ഇലക്ട്രോൺ കൊടുത്താലല്ലേ നമുക്കതിന് നെഗറ്റീവ് ചാർജ് കിട്ടുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? യെസ്, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പം മാസ് എത്രയുണ്ടാവും? മാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തീൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ? 1.875 into 10⁻12. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10⁻⁻31 കിലോഗ്രാം. ഇപ്പോൾ ടോട്ടൽ മാസ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് 1.8 into 10⁻⁻18 kilograms. ഓക്കെ, ഇത്രയും മാസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്.
എവിടെ നിന്ന്? വൂൾ ടു പോളിത്തീൻ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പോൾ ഒരുപാട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് ഒരുപാട് ലോങ് ആവും. 40-45 മിനിറ്റൊക്കെ നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ ഇരിക്കണതല്ലേ, അപ്പോൾ അത്രയും ചെയ്ത് പഠിക്കുക. ഓക്കെ. 2 insulated charged copper spheres A and B have their centers separated by a distance 50 cm. What is the mutual force of electrostatic repulsion if the charge on each is 6.5 into 10 raised to minus 7 coulomb? The radii of A and B are negligible compared to the distance of separation. Mutual force of electrostatic repulsion if charge on each is 6.5 into 10 raised to minus 7. അതായത് എയും ബിയും ഇത് നമ്മുടെ സാധാ കൂളോംസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്യു എ ക്യു ബി എത്ര ഡിസ്റ്റൻസ്? 50 സെൻറ്റിമീറ്റർ. അപ്പം എഫ് ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എ, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ക്യു എ ക്യു ബി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 9 into 10 raised to 9 ഇൻറ്റു ക്യു എ എത്രയാണ്? 6.5 into 10 raised to minus 7. ഈച്ച് ചാർജാണ് എന്ത് ചെയ്ത്, അപ്പോൾ രണ്ടിൻ്റെയും ചാർജ് 6.5 into 10 raised to minus 7 ഹോൾ ഡിവൈഡഡ് ബൈ 50 സ്ക്വയർ, 50 into 10 raised to minus 2 സ്ക്വയർ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. 1.521 into 10 raised to minus 2 ന്യൂട്ടൺ. നിങ്ങൾ ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഈ 10ൻ്റെ പവർ ഒന്ന് ശ്രദ്ധിക്കണം. അത് മാത്രം സെപ്പറേറ്റ് എടുത്ത് എഴുതിയിട്ട് ബാക്കി നമ്പേഴ്സൊക്കെ കൂടി ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്ട് നോക്കാം. ഓക്കെ. അപ്പം എന്താ കാൽക്കുലേറ്റ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. റിപ്പൽഷൻ രണ്ടും സെയിം ചാർജാണ്, സെയിം ടൈപ്പ് ഓഫ് ചാർജാണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇത്ര നമുക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇഫ് ഈച്ച് സ്ഫിയർ ഇസ് ചാർജ് ഡബിൾ ദ എബവ് എമൗണ്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഹാഫ്ഡ്? ചാർജ് ഡബിൾഡ്, ക്യു എ ഡാഷ് ഇസ് ഈക്വൽ ടു 2QA and QB dash is equal to 2QB and the distance R dash is equal to R by 2. അപ്പം F dash is equal to 1/4πε0 QA എന്നുള്ളത് QA dash വരും. QA dash into QB dash divided by R dash square. അപ്പം എത്ര കിട്ടും? 1/4πε0 QA dash എന്നുള്ളത് 2QA into 2QB ഡിവൈഡഡ് ബൈ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ R by 2 the whole square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/4πε0 4 times QA QB ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 4 മേലോട്ട് പോവും. അപ്പം 16 times 1/4πε0 QA QB divided by R square. F dash will increase 16 times the actual force. 16 times first force എത്ര കിട്ടിയിരിക്കുന്നത്? 1.521 into 10 raised to minus 2. 1.521 into 10 raised to minus 2. 16 times increase ആവും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0.24 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ ടൈപ്പ് എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഡബിൾ ആവുക, ചാർജിൽ ഡിഫറൻസ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഈ 4 മേലോട്ട് എടുത്താണ് ഇവിടെ 16 ആയത്. ഓക്കെ. ഇതേപോലെ കമ്പയർ ചെയ്ത് ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഓൾറെഡി ആ വലിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 12 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് പഠിക്കുക. അതിനുശേഷം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നന്നായിട്ട് ട്രൈ ചെയ്താൽ പറ്റാത്തതായിട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ എക്സസൈസ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഈസിയാണ് ചെയ്യാൻ. ഇത്രയും പറഞ്ഞതിലൊന്നും നമുക്കൊരു വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ. അപ്പോൾ അടുത്ത 12 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും.
ഓക്കെ, അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഇതുവരെയുള്ള ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് ഡിസ്കഷൻ, ചാപ്റ്റർ ഡിസ്കഷൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് മെയിൽ ഐ ഡിയിൽ മെയിലായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. CBSE കുട്ടികൾക്കും +2 കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സായിട്ട് കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.